ഹലോ, ഹലോ, തിരക്കിലാണോ? സംസാരിക്കാമോ? ആരായിരുന്നു? പറഞ്ഞോളൂ. ആ ഓക്കെ ഓക്കെ. എനിക്ക് സംസാരിക്കാൻ പറ്റുമോ? പറഞ്ഞോ. ഓക്കെ ഓക്കെ. ഞാൻ നിങ്ങളെ പരിപാടികളൊക്കെ കേൾക്കാറുണ്ട്. ആ നിങ്ങൾ പറഞ്ഞപ്പോഴാണ് നിങ്ങൾ മനസ്സിലായത് ഉള്ള ആളാ. ശരിയാ. അപ്പൊ എനിക്ക് ഇപ്പൊ ആ വിഷയത്തിൽ എന്താ വെച്ച് കഴിഞ്ഞാല്, നമ്മളിപ്പോ ഈ ഹദീസുകൾ അത് ഇതൊക്കെ തന്നെ പറഞ്ഞിട്ട് മുഹമ്മദ് നബിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഉം. ഈ സംഭവം ഇങ്ങനെ ഒരു വ്യക്തി പറഞ്ഞോ. ജീവിച്ചിരുന്നോ? സംഭവം ഇങ്ങനെ ഒരു വ്യക്തി ജീവിച്ചിരുന്നോ അത് അദ്ദേഹത്തിന്റെ പേരിൽ മറ്റുള്ളവരെ അറിയിച്ച കഥകളായിരിക്കാനാണ് ചാൻസ് കൂടുതൽ? എന്റെ മനസ്സിലാക്കൽ അങ്ങനെ ഒരു വ്യക്തി ജീവിച്ചിട്ടുണ്ട്. ഈ സംഭവങ്ങള് നമുക്ക് കിട്ടുന്നത് ഇസ്ലാം അംഗീകരിക്കും. ഇപ്പോ ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതം, ആ മതം അവരുടെ വേദഗ്രന്ഥമായിട്ടും അവരുടെ എന്താ പറയാ അടിസ്ഥാന പ്രമാണങ്ങളായിട്ട് ആ, പറയുകയും പ്രചരിപ്പിക്കുകയും അവർ മുന്നോട്ട് വെക്കുന്ന ഗ്രന്ഥങ്ങൾ വെച്ചിട്ടാണല്ലോ നമ്മൾ ഇതിനെ അനലൈസ് ചെയ്യുന്നത്. മുഹമ്മദ് നബി എന്ന് പറയുന്ന ഒരു വ്യക്തി ജീവിച്ചിരുന്നോ ഇല്ലേ എന്ന കാര്യത്തിൽ സംശയമുള്ള അല്ലെങ്കിൽ അതൊരു സാങ്കല്പിക കഥാപാത്രമാണ്. അങ്ങനെ ചോദിക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നമ്മളിപ്പോ നമ്മുടെ നാട്ടിൽ ജീവിച്ച ശ്രീനാരായണ ഗുരു അടക്കം, ഉദാഹരണത്തിന് മുമ്പ് ജീവിച്ചു എന്ന് പറയപ്പെടുന്ന യേശുക്രിസ്തു അടക്കം, ഇവരൊക്കെ പഠിപ്പിച്ചത് വേറൊന്നും, പക്ഷെ ഇവരെ പേരിൽ പഠിപ്പിക്കപ്പെടുന്നത് വേറൊന്നും ആയിട്ടാണല്ലോ വരുന്നത്. അതാ ഞാൻ പറഞ്ഞത്. ഈ പറയപ്പെടുന്ന മുഹമ്മദ് നബി ആയാലും ഇപ്പോ യേശു ക്രിസ്തു എന്ന് പറയുന്നത് ഒരു സാങ്കല്പിക കഥാപാത്രമാണ് എന്നും പരക്കെ പറയപ്പെടുന്നുണ്ട്. അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്, അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. അതിന് സമാനമായിട്ട് തന്നെ മുഹമ്മദ് നബിയും ഒരു സാങ്കല്പിക കഥാപാത്രമാണ് എന്ന് പല കാര്യങ്ങളും മുൻനിർത്തി സിദ്ധാന്തിക്കാൻ ശ്രമിക്കുന്ന കുറെ ആൾക്കാരുണ്ട് എന്ന് പറയാം. അപ്പോ നമ്മളെ സംബന്ധിച്ച് അത് പ്രസക്തമല്ല. അപ്പൊ അത് യേശു ക്രിസ്തുവിന്റെ കാര്യത്തിലായാലും മുഹമ്മദ് നബിന്റെ കാര്യത്തിലായാലും നമുക്കത് പ്രസക്തമല്ല. കാരണം അവരുടെ പേരിൽ ഇവിടെ പ്രചരിപ്പിക്കപ്പെടുന്ന നിലനിൽക്കുന്ന ഒരു പ്രത്യയശാസ്ത്രവും ഒരു ഐഡിയോളജിയും ആണ് നമ്മൾ വിമർശിക്കുന്നത്, ഒരാശയത്തെയാണ്. അപ്പൊ പിന്നെ ഇപ്പൊ അള്ളാഹു ഉണ്ടായിട്ടല്ലല്ലോ നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് പറയുന്നത്. അല്ല, അങ്ങനെയല്ല ചോദിക്കാൻ. നമ്മളെ കമന്റിലാണെങ്കിലും എന്തിലാണെങ്കിലും അതിന്റെ താഴത്തെ ഈ വ്യക്തികൾ വന്നിട്ടാണ് മറ്റുള്ളവര് ആക്ഷേപിക്കുന്നത്. മുഹമ്മദ് അങ്ങനെ, മുഹമ്മദ് ഇങ്ങനെ, ആ രീതിയിലാണ്. നോർമലി ഇത് മറ്റുള്ളവർ ഇദ്ദേഹത്തിന്റെ പേരിൽ ചാർട്ട് ചെയ്താണെങ്കിൽ അല്ല, അത് അങ്ങനെയാണെങ്കിൽ അതല്ല എന്നുള്ളതിന് തെളിവ് വേണം. കാരണം മുഹമ്മദ് എന്ന് പറയുന്ന ഒരു വ്യക്തി ചെയ്തു എന്ന് പറയപ്പെടുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ പറഞ്ഞതും ചെയ്തതും മൗനാനുവാദം കൊടുത്തതുമായിട്ടുള്ള കാര്യങ്ങൾ, വിശദീകരിച്ച് പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങളാണ് ഹദീസ്. ആ ഹദീസിൽ തന്നെ അത് അക്കാലത്തേക്ക് മാത്രം ബാധകമായ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത് എങ്ങനെ പറയാം? അല്ല, അത് ഇസ്ലാമിന്റെ വിശ്വാസമായിട്ട് ചേർന്ന് പോകില്ലല്ലോ. ഇസ്ലാമിന്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇവരെ നമുക്ക് വിമർശിക്കാം. ഈ ഇത് പറയുന്ന ആളുകളെ, ഈ മതം കൊണ്ട് നടക്കുന്ന പോലെ ഓരോ ഭാഷയിലാണെങ്കിൽ അങ്ങനെയല്ല. ഇപ്പം ഇസ്ലാം മതത്തിനകത്ത് മുഹമ്മദ് നബിയെ ചാണായും മുഴത്തിന് മുഴമായും പിൻപറ്റണം എന്നാണ് വിശ്വാസം. മുഹമ്മദ് നബിയിൽ നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ടെന്നാണ് ഖുർആൻ പറയുന്നത്. ആ മാതൃകകൾ ആണ് വിശകലനം ചെയ്യുന്നത്. മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങൾ, പറഞ്ഞ കാര്യങ്ങൾ, അതിനകത്ത് അതിലെന്ത് മാതൃകയാണുള്ളത് എന്നാണ് പറയുന്നത്. അതാണ് ആക്ഷേപമായിട്ട് തോന്നുന്നത്. അത് അന്നത്തെ കാലത്തേക്ക് മാത്രമുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതെങ്ങനെ നമ്മൾ പറയാം? അങ്ങനെയല്ലോ. ലോകാവസാനം വരെയുള്ള സകല കാലത്തേക്കുള്ള മനുഷ്യർക്കുള്ള ഏറ്റവും ഉത്തമമായ എങ്ങനെ അവരങ്ങനെ പഠിപ്പിക്കല്ലേ? നമുക്ക് അറിയാലോ, ഒരിക്കലും ആ കാലത്ത് വന്ന ഒരാള് പറഞ്ഞ കാര്യം ഒരിക്കലും പിൻകാലത്തേക്ക് യോജിക്കൂല. അത് ബോധമുണരുന്നതിനനുസരിച്ച്, നമ്മുടെ സംഭവം ഉണരുന്നതിനനുസരിച്ച് പഴയ കാലങ്ങളൊക്കെ എന്തായി പോകും. പഴയ കാലത്താണെങ്കിലും പഴയ കാലത്തുള്ളത് പഴയ കാലത്തും മോശം തന്നെയല്ലേ. ഇപ്പം ഒരു കൂട്ടക്കൊല നടത്തുന്നു, അത് പഴയ കാലത്തായാലും ഈ കാലത്തായാലും പ്രശ്നം തന്നെയല്ലേ. അസഹിഷ്ണുതയുടെ പേരിൽ, വിമർശനത്തിന്റെ പേരിൽ ഒരാളെ കൊല്ലുന്നതും ആളെ പറഞ്ഞയക്കുന്നതും ചതിച്ചു കൊല്ലുന്നതും അതൊക്കെ ഏത് കാലത്തും വിമർശിക്കപ്പെടേണ്ട കാര്യങ്ങളല്ലേ. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് തന്നെ. പക്ഷെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അന്നത്തെ കാലത്ത്, ഉദാഹരണത്തിന് അന്നത്തെ എങ്ങനെ ഒരു നിയമം ഒന്നുമില്ലല്ലോ പരസ്പരം. ഇവരുണ്ടാക്കുന്നതന്നെയല്ലേ നിയമം. അല്ല, നിങ്ങൾ പറയുന്നത് വെച്ചാൽ ഇസ്ലാമിന് പുറത്ത് ഉള്ള ഒരു സംഭവമാണ്. ഇപ്പൊ ഒരു ആ നൂറ്റാണ്ടിൽ ജീവിച്ച വേറെ എത്രയോ മനുഷ്യന്മാരുണ്ട്. അവരുടെ ഒന്നും കാര്യം എടുത്തിട്ട് നമ്മളിപ്പോ ഇങ്ങനെ വിമർശിക്കുന്നില്ലല്ലോ. വിമർശിക്കുന്നത് എന്താന്ന് വെച്ചാല് ഈ മതത്തിന്റെ പ്രതീകമായിട്ട് ഉയർത്തി കാണിക്കപ്പെടുന്ന മാതൃകാ പുരുഷന്റെ ജീവിതത്തിലെ ശരി തെറ്റുകൾ, അത് ഖുർആനിന്റെ വിശദീകരണമായിട്ടാണ് മുഹമ്മദ് നബിയുടെ ജീവിതത്തെ വ്യാഖ്യാനിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും
ഈ പറയപ്പെടുന്ന ഈ ആശയം പേറുന്ന ആളുകൾ അല്ലെങ്കിൽ ഈ ആശയം പ്രചരിപ്പിക്കുന്ന ആളുകൾ അതിപ്പോഴും അതിനുവേണ്ടി വാദിക്കുന്ന വാദപ്രതിവാദം നടത്തുന്ന ആളുകൾ അവരുടെ അവരുടെ മാനദണ്ഡം മാർഗദർശനവും അതേപോലെ തന്നെ നമ്മൾ പരിശോധിക്കും. അപ്പൊ അതല്ലാതെ ഇപ്പൊ അത് വ്യക്തിപരമായിട്ട് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയോടുള്ള വിരോധമല്ലല്ലോ. അതുപോലെ വേറെ കാര്യം ചോദിക്കാണ്ട്, നിങ്ങൾ ഈ രീതിയിൽ നിങ്ങളൊരു പഠനം അല്ലെങ്കിൽ എന്തെങ്കിലും നടത്തിയിട്ട് ഉദാഹരണത്തിന് ഇപ്പൊ ഈ ഖുർആനാണെങ്കിലും മഹാഭാരതാണെങ്കിലും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതിനെ വായിക്കുമ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ഇതിന്റെ ഉള്ളിൽ മറ്റ് വേറെ രീതിയിൽ മാനസികപരമായിട്ടുള്ള മറ്റൊരു അർത്ഥത്തിൽ വായിക്കുമ്പോ ഇതിങ്ങനെ നല്ലത് കിട്ടുന്നുണ്ട്. പക്ഷെ പദാർത്ഥപരമായിട്ട് ഇതിനെ വായിക്കുമ്പോഴാണ് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ വരുന്നത്. ആദമിനെ സൃഷ്ടിച്ച കഥ, ഇതൊക്കെ സിംബോളിക് ആയിട്ട് അഥവാ മെറ്റഫോറിക്കൽ ആയിട്ട് പറയുന്ന കഥകളാണെങ്കിൽ അത് അതിന്റെ ആമുഖത്തിൽ പറയണ്ടേ. ഇപ്പൊ ഖുർആനെ കുറിച്ച് പറയുന്നത് ഇത് ലളിതമായ അറബി ഭാഷയിലാണ്, ഇത് എല്ലാവർക്കും വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. മെറ്റഫോറിക്കലായിട്ടാണ് അത് ഓരോരുത്തരും മനസ്സിലാക്കുന്ന രീതിയല്ല. ഇവര് മനസ്സിലാക്കുന്നത് ഈ രീതിയിലാണ്. അവര് കൊണ്ടടക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കിയത്, എല്ലാം ചെയ്യുന്നത്. ഉദാഹരണത്തിന് കണ്ടെടുത്ത് വെച്ച് കൊല്ലണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പദാർത്ഥപരമായിട്ട് മനസ്സിലാക്കുമ്പോൾ മനുഷ്യനെ കൊല്ലണം. അതല്ലാതെ എങ്ങനെയപ്പോ നിങ്ങൾ ആ ബഹുദൈവ വിശ്വാസികളെ നിങ്ങൾ കണ്ടെത്തിയെടുത്ത് വെച്ച് കൊന്നു കളയുക? അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഷിർക്കിനെയൊക്കെ വേറെ അർത്ഥം കൊടുത്തിട്ടുള്ള പരിപാടിയാണെങ്കിൽ അവിടെ ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെ വെച്ച് കഴിഞ്ഞാല് നമ്മുടെ മനസ്സിൽ നമ്മുടെ ഉള്ളിലുള്ള ദുഷ്ടചിന്തകളെ ഒഴിവാക്കാൻ വേണ്ടിട്ട് എനിക്ക് മനസ്സിലായത് എന്താ വെച്ച് കഴിഞ്ഞാല് എനിക്ക് ഇത് തെറ്റിക്കും അല്ല അത് എന്താ പ്രശ്നം എന്ന് വെച്ചാല് ഇത് ഈ ചിന്തയൊക്കെ നമുക്ക് വരും ഇടയ്ക്ക്. അതായത് വന്നിട്ടുണ്ട് ഇതിന്റെ മീൻസ് ഒരു ഘട്ടമാണ്. അതായത് ഈ പറയപ്പെടുന്ന നമ്മള് ഇതിനെ എന്താ പറയാ വ്യക്തമായ അടിസ്ഥാനത്തില് അല്ലെങ്കിൽ വ്യക്തമായ അർത്ഥത്തിൽ അതിന്റെ വാക്യാർത്ഥത്തിലും അതിന്റെ വിശദീകരണാർത്ഥത്തിലും പഠിച്ച് മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിച്ചിടത്തുനിന്ന് നമ്മളുടെ ബോധം വളരുന്നതിനനുസരിച്ച് ഇതൊന്നും നമ്മളുടെ ബോധ്യത്തിന് പോലും നിരക്കാത്തതായി മാറുമ്പോ നമുക്ക് ഉണ്ടാവുന്ന ഒരു ചിന്തയാണിത്. കാരണം ഇങ്ങനെയൊക്കെ ഒരു ദൈവം പറയുമെന്നുള്ള ചിന്തയിൽ നിന്നാണ് ഇതിന് വേറൊരു അർത്ഥം നൽകാൻ നമ്മൾ ശ്രമിക്കുന്നത്. കാഴ്ചപ്പാട് നമുക്ക് മാറിയിട്ടുണ്ട്. ആ കാഴ്ചപ്പാട് മാറുമ്പോ അതേ സമയത്ത് നമുക്ക് ഈ ഗ്രന്ഥത്തെ പൂർണ്ണമായിട്ട് തള്ളാൻ കഴിയുന്നില്ലാത്തൊരവസ്ഥയിൽ അതൊരു പർട്ടിക്കുലർ സ്റ്റേറ്റ് ആണ്, മീൻസ് ഒരു അവസ്ഥയാണ്. അത് കഴിഞ്ഞാൽ അതൊക്കെ കടന്ന് നമ്മൾ പോവും. ഈ ഗ്രന്ഥത്തെ തള്ളിയതിലും കുഴപ്പമില്ല. അതാ പറഞ്ഞത്. എനിക്ക് നിങ്ങള് മറ്റേ തച്ചമ്പാറ പോവാറുണ്ടോ? തച്ചമ്പാറ പോവാറുണ്ടോ? എവിടെയും പോവാറില്ല. ഓക്കെ. ഞാൻ പറഞ്ഞത് അങ്ങനെ ആശയപരമായി ഇതിനെ വായിക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ഇപ്പൊ ലിസാനുൽ അറബ് ഒക്കെ വെച്ചിട്ട് ഇതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാര് അല്ലെങ്കിൽ ആശയപരമായിട്ട് മീൻസ് എന്തായാലും പറയാ മാനവിക വ്യാഖ്യാനം നൽകാൻ ശ്രമിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് നമ്മുടെ ഇടയില്. വിജ്ഞാനപരമായിട്ട് പക്ഷെ ഒരു വസ്തു അല്ലെങ്കിൽ ഒരു എഴുത്ത് ഭാഷാർത്ഥത്തിൽ തന്നെയാണ് ആദ്യം വായിക്കുക. അപ്പോ എഴുതുന്ന ആളെ സംബന്ധിച്ച് ഇത് വായിക്കുന്നതിലെ ഭൂരിപക്ഷ ആളുകൾ ഇതിനെ ഭാഷാർത്ഥത്തിലാണ്, ഇപ്പൊ ലുഗത്തുൽ അറബിലാണ് ഇത് വായിക്കുക എന്നുള്ള ബോധം അറബിയിൽ ഖുർആൻ ഇറക്കുന്ന ആൾക്ക് ഉണ്ടാവണം. പറഞ്ഞ മുഹമ്മദിനെ പോലും എഴുതിയേക്കാറൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, പുസ്തകം ഉണ്ടാക്കാനൊന്നും. ഇല്ല, പറഞ്ഞിട്ടില്ല. പക്ഷെ ഇത് സംരക്ഷിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അത് ഈ ഖുർആനെ ആയിരിക്കില്ല, അത് നോർമലി അവര് നമ്മളെ അതില് നമ്മൾ അങ്ങനെ വരുമ്പോ നമ്മൾ ഈ ഖുർആന് എക്സിസ്റ്റൻസ് ഇല്ല. ഇതിൽ ചിലപ്പോ ഉണ്ടാവാം മറ്റ് ഗ്രന്ഥങ്ങൾ. ഈ ഖുർആനിന് എക്സിസ്റ്റൻസ് ഇല്ലെങ്കിൽ നമ്മൾ ഈ പറയപ്പെടുന്ന മുഹമ്മദിനും എക്സിസ്റ്റൻസ് ഇല്ല. നമ്മൾ ഈ മുഹമ്മദ് ആണെങ്കിലും ഈസ ആണെങ്കിലും ഇതെല്ലാം നമ്മുടെ ഉള്ളിലുള്ള ഓരോ ബോധാവസ്ഥയാണ് എന്ന് പറയുന്ന ആ രീതി. അത് ഒരു സൂഫി ചിന്തയാണ്, സൂഫികള് പറയാറുണ്ട്. പിന്നെ ഈ ലിസാനുൽ അറബിന്റെ ചില ആൾക്കാർ അത് പറയാറുണ്ട്. അങ്ങനത്തെ കുറെ സുഹൃത്തുക്കളുണ്ട്. എന്നെ മൂസ എന്ന് വിളിക്കുന്ന ഒരു കൂട്ടുകാരി എനിക്കുണ്ട്. അല്ല അത് അങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മൾ മനസ്സിന്റെ അല്ല അങ്ങനെയൊക്കെ ആലോചിക്കാം. ഓരോ ആളുകൾക്ക് അവരവരുടെ മൈൻഡ് അത് ഇത് എന്നൊന്നും പറഞ്ഞാൽ അന്നൊക്കെ മനസ്സിലാവില്ലല്ലോ. ഞാൻ പറഞ്ഞത് അങ്ങനെയൊക്കെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആളുകൾക്ക് അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാനും ആലോചിക്കാനും ഉള്ള അവകാശമുണ്ട്. നമ്മളിവിടെ നേരിടുന്നത് സംഘടിതമായി നിലനിൽക്കുന്ന എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു എന്താ പറയാ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യപ്പെട്ട ഒരു മതത്തെയാണ്.
ആ മതത്തിന്റെ ഗ്രന്ഥമാണ്, അടിസ്ഥാന പ്രമാണമാണ് ഖുർആൻ. ആ അടിസ്ഥാന പ്രമാണം വിശദീകരിച്ചിട്ടുള്ളത് ലുഗത്തുൽ അറബിയിൽ തന്നെയാണ്. മനസ്സിലായി? ഭാഷാപരമായിട്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. വസ്തുത മീൻസ് വസ്തുനിഷ്ഠമായിട്ടാണ്, അല്ലെങ്കിൽ സംഭവ ബന്ധിതമായിട്ടാണ് ഇതൊക്കെ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുള്ളത്. ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ അങ്ങനെ ആ വിലക്കപ്പെട്ട മാസങ്ങൾ വന്നെത്തിക്കഴിഞ്ഞാൽ, കഴിഞ്ഞാൽ അവരെ നിങ്ങൾ കണ്ടെത്തിയെടുത്ത് വെച്ച് കൊന്നുകളയുക എന്ന് പറയുന്നത് മക്കയിൽ ജീവിച്ചിരുന്ന മുഹമ്മദ് നബിയുടെ കാലഘട്ടത്തിൽ മക്കയിൽ ഉണ്ടായിരുന്ന കുറേശികൾ ഉൾപ്പെടുന്ന ആ പിന്നെ കഅബയുമായി ബന്ധപ്പെട്ട അനിസ്ലാമികമായ മീൻസ് ഇസ്ലാമികേതര സമൂഹത്തെയാണ് എന്നാണ് എല്ലാ വ്യാഖ്യാനങ്ങളിലും ഉള്ളത്. അത് നോർമലി മതം ഉണ്ടാക്കിയാൽ അങ്ങനെ വ്യാഖ്യാനിക്കല്ലോ. അതായത് പറഞ്ഞത് നമ്മള് മതത്തെയാണ് നമ്മൾ വിമർശിക്കുന്നത്. മതത്തിന്റെ പ്രവാചകനായ മുഹമ്മദിനെയാണ് വിമർശിക്കുന്നത്. ഇപ്പൊ നിങ്ങള് പിന്നെ എന്നെ മൂസാന്ന് എന്നിലൊരു മൂസയെ കാണുന്ന ഒരു സുഹൃത്തുള്ളത് പോലെ മുഹമ്മദ് എന്ന് പറയുന്നതും ഒരു മനുഷ്യന്റെ ബോധതലമാണെങ്കിൽ നമ്മള് ഈ വന്നിരിക്കാം. ഉദാഹരണത്തിന് ഇങ്ങനെ ഉണ്ടല്ലോ, ഒരാൾ വന്നു, അദ്ദേഹത്തിന് നല്ല സ്വീകാര്യത ലഭിച്ചു, അദ്ദേഹം അത് നമ്മളുടെ കയ്യിൽ പ്രൂഫില്ല. അല്ല, അങ്ങനെ ആയെങ്കിൽ അങ്ങനെയാണ് എന്നതിന് നമ്മൾ ഇതല്ലാത്ത പാരലൽ ആയിട്ടുള്ള വേറൊരു പ്രൂഫ് വേണ്ടേ? ഇങ്ങനെ ഒരു മുഹമ്മദ് നബി അവിടെ ജീവിച്ചിരുന്നു, അത് ഈ ഹദീസിലും ഖുറാനിലും പറയുന്ന പോലത്തെ ഒന്നുമല്ല, വളരെ സാത്വികനായിട്ടുള്ള വളരെ. നമുക്കറിയാലോ, ഇപ്പൊ ജസ്റ്റ് ഒരു ഉദാഹരണം, ഇപ്പൊ ഈ പഠിപ്പിക്കപ്പെട്ട ഈ ബൈബിളിന്റെ ജസ്റ്റ് വായിച്ചാൽ തന്നെ അതില് കൃത്യമായിട്ട് വായിച്ചാൽ നമുക്ക് മനസ്സിലാവുക എന്താ, യേശു ദൈവമല്ല എന്ന് മനസ്സിലാവുക. പക്ഷെ ആ പറയപ്പെട്ട ആളെ പോലും പിന്നെ കുറച്ചു കാലം കഴിഞ്ഞിട്ട് എന്തായി ദൈവമാക്കി അവതരിപ്പിക്കപ്പെട്ടില്ലേ? ഇല്ലേ? അത് വിശ്വാസപരമായിട്ട് അതിൽ നമ്മൾ ഈ വിശദീകരിക്കുന്നതിന് അപ്പുറത്തേക്ക് അവർക്ക് അവരുടേതായ വ്യാഖ്യാനങ്ങളുണ്ട്. അതുകൊണ്ടല്ല ആ വ്യാഖ്യാനം തന്നെ പറഞ്ഞത്. നോർമലി അതിൽ എഴുതപ്പെട്ടതും മുൻപ് എഴുതിയതൊക്കെ വായിച്ചാല് നമുക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞത് ഈ എഴുതിയതും വായിച്ചതിനൊക്കെ അപ്പുറത്തേക്ക് യേശു എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ ജീവിച്ചിരുന്നോ ഇല്ലയോ, അതോ ഒരു സങ്കല്പിക കഥാപാത്രമാണോ എന്നുള്ള കാര്യത്തിൽ അഭിപ്രായമുള്ള ആൾക്കാരുണ്ടെന്ന്. നമ്മൾ ഇതിനൊക്കെ കാണുന്നത് എങ്ങനെയാണ്? ഇതിന്റെ ആകത്തുകയായിട്ട്, ഇതിന്റെ ഉൽപ്പന്നമായിട്ട് ഇപ്പൊ മനുഷ്യരെ ബാധിക്കുന്ന തരത്തിൽ നിലനിൽക്കുന്നത് എന്തോ അതാണ് നമ്മളെ പ്രതിപാദ്യ വിഷയം. അതിനെ എതിർക്കപ്പെടേണ്ടതാണ്, അതിനെതിർക്കപ്പെടേണ്ടതാണ്, അത് പൊളിച്ചെടുക്കപ്പെടേണ്ടതാണ്. അപ്പൊ അതിനപ്പുറത്തേക്ക് ചിന്തിക്കാനും അതിനപ്പുറത്തേക്കുള്ള പിന്നെ എന്താ പറയാ വ്യാഖ്യാനങ്ങൾ എടുക്കാനും അതിനപ്പുറത്തേക്ക് ഇതിനെയൊക്കെ വ്യാഖ്യാനിച്ചു പോകാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. അപ്പൊ അങ്ങനെ അതിന് ശരിയത്ത് അന്ന് അവര് അത് അതിനനുസരിച്ചുണ്ടാക്കിയ നിയമത്തിനനുസരിച്ച് ഇപ്പൊ ഒരിക്കലും ആ ശരിയത്ത് മാറ്റാൻ പറ്റില്ല എന്ന് പറയുന്നത് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യമാണ്. കാരണം അതെ, പറയുമ്പോ തന്നെ കാലാതീതമായിട്ട് എല്ലാ കാലത്തേക്കും ഉത്തമമായ ഒരു കാലത്തും ഒരു മനുഷ്യനും ഉണ്ടാക്കാൻ പറ്റില്ല, കഴിയില്ല. കാരണം ബോധം ഓരോ കാലത്തും നമുക്കിങ്ങനെ എന്താ പറയാ വലുതായി കൊണ്ടിരിക്കല്ലേ, നമ്മുടെ വിവരങ്ങളും നമ്മൾ കിട്ടുന്ന ഇൻഫർമേഷൻ, നമ്മളെ നോളജ് ബേസ്, നമുക്ക് ആക്സസ് ചെയ്യാവുന്ന പിന്നെ ഏരിയകള് ഇതൊക്കെ വികസിക്കുന്നതിനനുസരിച്ച് നമ്മളുടെ അറിവും ബോധവും ബുദ്ധിയും ഒക്കെ വികസിക്കും. അങ്ങനെ നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ നിങ്ങളുടെ ഒരാളുണ്ടെങ്കിൽ തന്നെ ഉദാഹരണത്തിന് അന്നത്തെ കാലത്തെ ആളുകളെ അവിടെ എന്താ പറയാ ഒന്നാക്കാൻ അല്ലെങ്കിൽ ഒരു രീതിയിൽ ഒന്ന് മെച്ചപ്പെടുത്താൻ. പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ അതിനൊക്കെ ശ്രമിക്കുമ്പോഴും അതിന് ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ഇപ്പൊ അറ്റ്ലീസ്റ്റ് ഖുർആൻ നിങ്ങൾ എടുക്കുന്നുണ്ട്. ഖുർആനിനെ അതിനെ ഭാഷാപരമായിട്ടല്ലാതെ അതിനെ ഒരു ലിസാനുൽ അറബിലോ അല്ലെങ്കിൽ അതിന്റെ ആശയതലത്തിലോ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുമ്പോൾ പ്രശ്നം ആ ഖുർആനിന്റെ ഒരു എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ ആ ഖുർആനിന്റെ ഒരു ആധികാരികത അവിടെ ഒരു ചോദ്യമാണ്. അതെ, ചോദ്യമാണ്. അത് നല്ലത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എടുത്താൽ മതി. അപ്പൊ അതിന് പ്രത്യേകിച്ച് ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ലല്ലോ ഖുർആനിന്. ഇല്ല, നമ്മളതിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നു, അത്രേ ഉള്ളൂ. ഇപ്പൊ എന്നോട് വേറെ ഇതേപോലെ വ്യാഖ്യാനിക്കുന്ന ഒരാൾ പറഞ്ഞത് എല്ലാ ആളുകൾക്കും വഹിയുണ്ട്. വഹി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മബോധമാണ്, നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് ഉണ്ടാവുന്ന ബോധമാണ്. അപ്പൊ ഞാൻ ചോദിച്ചത് നമുക്കത് എല്ലാവർക്കും ഇല്ലേ? ഉണ്ട്. പിന്നെ നമ്മൾ എന്തിനാ മുഹമ്മദ് നബിയുടെ വഹിയാണ് ഖുർആനെങ്കിൽ പോലും അത് നമ്മൾ ഏറ്റുകൊണ്ട് നടക്കേണ്ട കാര്യം നമുക്കില്ലല്ലോ. പക്ഷെ ഈ സാധനം നമ്മളിതൊക്കെ പറയുമ്പോഴും ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് ഇതൊക്കെ പറയാമെങ്കിലും ഞാൻ പറഞ്ഞത് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യപ്പെട്ട് വളരെ സംഘടിതമായി വളരെ അപകടകരമായ രീതിയിൽ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് മതം. അത് എന്റെയും നിങ്ങളുടെയും നിങ്ങളുടെ അയലോക്കത്തുള്ള അന്യമതസ്ഥരുടെയും നമ്മളുടെ അപ്പുറത്ത് താമസിക്കുന്ന അന്യദേശക്കാരുടെയും ജീവിതത്തിൽ ഇടപെടുന്ന സാധനമാണ്.
അതിന്റെ അവകാശവാദമാണ്. ആ മത വക്താക്കളുടെ അവകാശവാദത്തെയാണ് നമ്മൾ പരിശോധിക്കുന്നത്. അത് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? അങ്ങനെ നിങ്ങൾ പഠിപ്പിക്കുന്ന മുഹമ്മദ് അല്ലെങ്കിൽ നിങ്ങളെ അല്ല, അത് പ്രത്യേകം പറയണ്ട. അതാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പൊ നമ്മൾ എടുക്കുന്ന ഖുർആൻ എന്ന വചനം എടുക്കുന്നു. ഖുർആൻ എന്നാണ് എടുക്കുന്നത്, തഫ്സീർ എടുക്കുന്നത്. അമാനിമന്റെ തഫ്സീറാണ്, അല്ലെങ്കിൽ ചെറിയ മുണ്ടത്തിന്റെ തഫ്സീറാണ്, മീൻസ് അല്ലെങ്കിൽ നമ്മുടെ കൂറ്റനാട് മുസ്ലിയാരുടെ തഫ്സീറാണ്, പിന്നെ എന്താ പറയാ പല ആൾക്കാരുടെ, അലിബ് തബരിയുടെ ആണ്, ഇബ്നു കസീറിന്റെ ആണ്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് രീതിയിൽ പറഞ്ഞതാണ്. ഉദാഹരണത്തിന് മഹാഭാരതത്തിൽ എവിടെയായിട്ട് നിങ്ങൾ ബന്ധുക്കളെയൊക്കെ കൊല്ലണം എന്ന് പറയുന്നത് കാര്യം ഏത് രീതിയിൽ പറഞ്ഞാലും, എന്ത് സാഹചര്യത്തിൽ ഏത് രീതിയിൽ പറഞ്ഞാലും ആളെ കൊല്ലണം എന്ന് പറയുന്നത് അല്ല, അങ്ങനെയല്ല. ബന്ധുക്കളെയൊക്കെ കൊല്ലണം എന്ന് പറഞ്ഞാൽ അത് ഉദ്ദേശിച്ച രീതി അല്ലെങ്കിൽ അത് എഴുതാനൊന്നുമില്ല. അത് അവർ പറഞ്ഞ രീതിയെ ഉദ്ദേശിച്ച് അവരവരുടെ മനസ്സിന്റെ ഉള്ളത്തെ അല്ല, അത് ആ കാലഘട്ടത്തിലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പറഞ്ഞതാണെങ്കിൽ അതൊരു കഥയായിട്ട് എഴുതി വെക്കാൻ പാടുള്ളൂ. അതൊരു നിയമമായിട്ടോ അതൊരു ആദർശമായിട്ടോ എഴുതി വെക്കാൻ പാടില്ല. അത് ഇവർക്ക് അധികാരവും ഭരണവും ആൾക്കാരെ അടിമകളാക്കി വെക്കാൻ വേണ്ടിയിട്ട് എഴുതി അത് അന്നും അത് തന്നെയാണ് കൊണ്ടുവരുന്നു. ഇപ്പം മക്കയിലെ ഈ മുശ്രിക്കുകളെ കുറിച്ച് പറയുന്നത് അന്ന് അധികാരം പിടിക്കാൻ തന്നെയാണ്. മക്ക പിടിച്ചടക്കുന്ന മക്കം ഫത്തഹ്. നമ്മൾ ഈ ചരിത്രത്തെ കൂടി നിഷേധിക്കേണ്ടി വരും ഇത് ചെയ്യുമ്പോഴേ. ഇതിനർത്ഥം മാറ്റുമ്പോ നമ്മൾ ഈ ഹിസ്റ്ററിയെ കൂടി ഈ ഹിസ്റ്ററി നമ്മൾ എന്ത് ചെയ്യും? ഇപ്പൊ ഇസ്ലാമിന് പുറത്തും ഇസ്ലാമിന്റെ ഹിസ്റ്ററി എഴുതപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ആ ഹിസ്റ്ററി നമ്മൾ എന്ത് ചെയ്യും? അതിനെ നമ്മൾ കണ്ടില്ല എന്ന് വെക്കാൻ പറ്റുമോ? അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഈ പറഞ്ഞ മാനസികാവസ്ഥയിലൂടെ ഞാൻ ഏകദേശം ഒരു 1-2 വർഷമൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. ശരിയായിക്കോളും. ഓക്കെ, ശരി ഓക്കെ.